പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ, ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നവരെ, ആരാണ് ഈ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത്? ചെറുപ്പക്കാരിങ്ങനെ ആലോചിക്കാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണ്ടേ? ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പ്രായമായ ഒരു ഉമ്മുണ്ട്, ഒരു കുട്ടിയുടെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. എന്തേ ഉമ്മ, നിങ്ങൾ കയറുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറയാണ്, മോനെ, കല്യാണം വിളിച്ചിട്ട് വന്നതല്ല. പേരക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കാണ്, ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവന്റെ കൈ പിടിച്ചൊന്ന് വന്നു നോക്കിയതാണ്. ആ ചെറുപ്പക്കാരൻ ആ ഉമ്മാനോട് പറഞ്ഞു, മോനെ, ഉമ്മ, നിങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ഉമ്മ വരൂ, ഭക്ഷണം കഴിക്കൂ, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, എന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് ആ ഉമ്മയെ വിളിച്ചിരുത്തി ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു. ആ കുട്ടി നല്ല രുചികരമായ ഭക്ഷണം ആർത്തിയോടുകൂടെ കുട്ടി കഴിച്ചു. ആ ഉമ്മയും ആ കുട്ടിയും തിരിച്ചുപോയി. ഇവന് നേരെ ചെറുപ്പക്കാരുടെ അരികിലേക്ക് വന്ന് അവന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലടാ, ഇപ്പൊ ഒരു ഉമ്മ ഇങ്ങനെ വന്നു, അവരുടെ കൈ പിടിച്ചൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോ വല്ലാത്തൊരു പ്രയാസം തോന്നി. കല്യാണം കഴിഞ്ഞ് 2 ചെമ്പ് ബിരിയാണി ബാക്കി വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതൊക്കെ ഒരു കവറിലിട്ട് പാവങ്ങളുടെ വീട്ടിലെത്തിച്ചാലോ, പാവങ്ങൾക്ക് നൽകിയാലോ? നമ്മൾ ഈ തീരുമാനിക്കുന്ന ഓരോ അടിച്ചുപൊളികളുണ്ടല്ലോ, നമ്മൾ കാണുന്ന ഓരോ വൈബുകളുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു ആനന്ദമാണിടാ പാവപ്പെട്ടൊരു മനുഷ്യന്റെ വിശപ്പ് മാറ്റുമ്പോ, ഒരു കുഞ്ഞിന്റെ വിശപ്പ് മാറ്റുമ്പോ അതിലുള്ളത്. അവര് കവറിലാക്കി ആ ഭക്ഷണവുമായി ഓരോ പാവങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു ഉമ്മ വാതിൽ തുറന്നു. ആ വന്ന ഉമ്മയാണ്. നേരത്തെ വന്ന അതേ സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. മുന്നിലുണ്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കരഞ്ഞിരിക്കുന്നു. അപ്പൊ ഉമ്മ ചിരിച്ചിട്ട് പറയാണ്, മൂത്തോന് ബിരിയാണി കഴിച്ച കഥ ഇവിടെ വന്ന് പറഞ്ഞപ്പോ അപ്പൊ തുടങ്ങിയതാണ് ചെറിയ ആളെ കരച്ചിൽ. നിങ്ങൾ കൊണ്ടുവന്നത് വലിയ സന്തോഷായി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, നല്ലൊരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മലയാളത്തിലൊരു കഥയുണ്ട്, ബിരിയാണി എന്നാണ് ആ കഥയുടെ പേര്. ഒരു വലിയ മുതലയാളി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. ബാക്കി വന്ന ബിരിയാണി മുഴുവൻ ഒരു വലിയ കുടി കുടിച്ച് അതിലേക്ക് ഇട്ടുമൂടാൻ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു തൊഴിലാളിയെ ഏൽപ്പിക്കുകയാണ്. അയാൾ ആ ബിരിയാണി ആ കുടിയിലേക്ക് ഇടുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നനയുന്നുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്നവർ പറയുന്നുണ്ട്, നന്നായി കുത്തിയിറക്ക്, അതിന്റെ മുകളിൽ ചവിട്ടി താഴ്ത്ത്. കരയുന്ന മനുഷ്യനോട് കൂടി നിൽക്കുന്നതിൽ ഒരാൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? ആ മനുഷ്യന്റെ മറുപടി, എന്റെ മകളെ ഓർത്തുപോയി. മകള് പഠിക്കാണോ? മകള് പഠിക്കുകയായിരുന്നു, പക്ഷേ എന്റെ കുട്ടി മരിച്ചു, എന്റെ മകള് മരിച്ചു. എന്തേ മരിക്കാനുള്ള കാരണം? പട്ടിണിയായിരുന്നു, വിശപ്പായിരുന്നു. ആ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം കുടിയിലേക്ക് തള്ളിയിടുമ്പോ കണ്ണു നനക്കാതിരിക്കാൻ കഴിയുക? പ്രിയമുള്ളവരെ, നദിയിൽ നിന്ന് വുളൂ ചെയ്യുന്ന സമയത്തുപോലും ആവശ്യത്തിനു മാത്രം വെള്ളമെടുക്കണേ എന്ന് പഠിപ്പിച്ച, ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും കുടിക്കുന്ന വെള്ളം പോലും ആവശ്യത്തിനല്ലാതെ നിങ്ങൾ എടുക്കരുത് മനുഷ്യരെ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളെ, നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെയാണ് ആർഭാടത്തിന്റെ ധൂർത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത്? ഒരു മനുഷ്യന് കടിക്കുന്നതിന് പരിധിയില്ലേ? നമുക്ക് കടിക്കുന്നതിന് പരിധിയില്ലേ? പലപ്പോഴും പൊങ്ങച്ചങ്ങൾ കാണിക്കാനാണ്, ആർഭാടം കാണിക്കാനാണ്, നമ്മുടെ സ്റ്റാറ്റസ് തെളിയിക്കാനാണ്. ഞാനിതാ ഇന്ന കുടുംബക്കാരനാണ്, ഇന്ന തറവാടിയാണ്, ഞങ്ങളുടെ കല്യാണം അപ്പോൾ ഇങ്ങനെയാകണമെന്ന് പറയുമ്പോ നമുക്കൊറ്റ തറവാടേ ഉള്ളൂ. അതേതാണെന്നറിയോ? ഖബറാണ്.
ഞാനും നിങ്ങളുമെല്ലാം ചെന്ന് കിടക്കുന്ന ഒരേ ഒരു തറവാട്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ആ ഖബറിലേക്ക് കൊണ്ടു ചെന്നു വെക്കുന്നതുവരെയാണ് മനുഷ്യരെ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും. അതിനപ്പുറം എന്താ ഉള്ളത്? അതിനപ്പുറം എന്താണുള്ളത്?